എല്ലാ തവണയും മുടങ്ങാതെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന താരങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ചർച്ച ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക. കഴിഞ്ഞ തവണ മകൾ ഭാഗ്യയും മകൻ ശ്രേയസും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ലക്ഷ്മി എന്ന സുരേഷ് ഗോപിയുടെയും രാധികയുടെ വീട്ടിൽ പൊങ്കാലയിടാനായി അമ്മയോടൊപ്പം ഇളയ മകൾ ഭാവ്നിയാണ് ഉള്ളത്. ഇപ്പോൾ ഭാവ്നിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഭാവ്നിയെ ഇങ്ങനെ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത ഭാവ്നിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അധികം ചിത്രങ്ങളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ലഭിക്കാറില്ല. അച്ഛനമ്മയോടൊപ്പം അങ്ങനെ പൊതുവേദികളിൽ എത്താറുമില്ല. ഭാഗ്യയും മാധവും അതുപോലെ ഗൂഗിളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്. അതിലൂടെ തന്നെ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നു. പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ഭാവ്നിയുടെ ചിത്രങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഭാവ്നി ഒരു കലത്തിൽ പൊങ്കാലയിടുമ്പോൾ രാധികയെ മറ്റൊരു കലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ ലക്ഷ്മി എന്ന വീട് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. അതുപോലെ തന്നെ കുറച്ചു കഴിഞ്ഞ് പൊങ്കാല നിവേദ്യം അർപ്പിക്കാറാകുമ്പോൾ തന്നെ പൊങ്കാല വിതരണവും അതുപോലെ കുടിവെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നൊരു പതിവ് സുരേഷ് ഗോപിക്കുണ്ട്. അതെല്ലാ തവണയും സുരേഷ് ഗോപിയുടെ ലക്ഷ്മി എന്ന വീട്ടിൽ നടക്കാറുമുണ്ട്. രാധിക തന്നെയാണ് ഇതിനെല്ലാം മുൻകൈയെടുത്ത് മുന്നിലെത്തുന്നതും. രാധിക എല്ലാവർക്കും പൊങ്കാല അർപ്പിക്കാൻ വന്നവർക്കൊക്കെ തന്നെയും സഹായവുമായി എത്താറുമുണ്ട്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോഴിതാ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും. രാധികയെ കണ്ടതിൻ്റെ സന്തോഷം പ്രേക്ഷകരെല്ലാവരും അറിയിക്കുന്നുണ്ട്. നടനെ ഇതുവരെ കണ്ടില്ല എന്നും സുരേഷ് ഗോപി ഇവിടെ ഇല്ലേ എന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇളയ മകളെയും കൂടി കൂട്ടി പൊങ്കാല അർപ്പിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അമ്മയുടെ കൂടെ പൊങ്കാലയിടാനായി ഇളയ മകൾ എന്തായാലും കൂടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ എന്തായാലും ഒരു 10 കലം പൊങ്കാലയെങ്കിലും ഉണ്ടാകും. അത് എല്ലാ വർഷത്തെയും പതിവ് തന്നെയാണ്. എല്ലാ വർഷവും ഇവരുടെ വീട് പൊങ്കാലയിടുന്നവർക്കായി നൽകാറുമുണ്ട്. അത് വളരെയധികം സ്നേഹത്തോടെയാണ് സുരേഷ് ഗോപി നൽകുന്നത്. സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ആറ്റുകാല അമ്മയോട്. ആറ്റുകാല അമ്മയുടെ മുമ്പിൽ പാടാനും രാധികയ്ക്ക് വളരെയധികം താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് രാധികയുടെ പാട്ട് വൈറലാകുന്ന സമയത്ത് ആദ്യമായി പാടിയെത്തിയതും എല്ലാ പ്രേക്ഷകരും കണ്ടത് ആറ്റുകാല അമ്മയുടെ നടയിൽ ഉത്സവത്തിന് ഇതുപോലെ രാധിക സുരേഷ് ഗോപി എന്ന് അനൗൺസ് ചെയ്തപ്പോഴായിരുന്നു. അതുവരെ പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം നല്ല തുടക്കങ്ങളും ആറ്റുകാൽ ദേവിയുടെ നടയിൽ വെച്ച് തന്നെയാണ് സുരേഷ് ഗോപിയും കുടുംബവും നടത്തിയിട്ടുള്ളത്. എന്ത് നല്ല പ്രൊജക്റ്റുകൾ തുടങ്ങുന്നതിന് മുൻപും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ എപ്പോഴും സുരേഷ് ഗോപിയും ഭാര്യയും എത്താറുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.